വമ്പൻ വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്നാണ് തലവാചകം. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഭക്ഷ്യ ആരോഗ്യ കാർഡ് എയിംസ് യാഥാർത്ഥ്യമാക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യം. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ്. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യം. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും വാഗ്ദാനം. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും. ശബരിമലയിൽ CBI അന്വേഷണം നടത്തും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് എബിയാണ്. എബി, വമ്പൻ വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കേരളത്തിൽ അധികാരത്തിലെത്താനായി BJPയുടെ ഒരു പ്രകടന പത്രിക. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് 22,500 രൂപ റീചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാർഡ് അത് ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ കാർഡ് എന്നാണ് അതിൻ്റെ പേരായി നൽകിയിരിക്കുന്നത്. അത് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും മരുന്നുകൾ വാങ്ങുന്നതിനുമൊക്കെ തന്നെയാണ് അത് ഉപയോഗിക്കാൻ കഴിയുക. ആ നിലയ്ക്കാണ് അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്ലാന്റേഷൻ ഭൂമികളിൽ ഇടവിള കൃഷി നടത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അത് തോട്ടം മേഖലയിലെ നിയമ പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ തന്നെയും വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മാനിഫെസ്റ്റോ തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മാർഗരേഖ അതാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് കേവലമായിട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു നേതാക്കൾ അഭിപ്രായപ്പെട്ട ഒരു കാര്യം. കാരണം ഇനി വരാനിരിക്കുന്ന 10 വർഷത്തിനുള്ളിൽ കേരളം ഏതെല്ലാം നിലയിൽ വളരേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അതിൽ ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് 10 വർഷം, ഈ 8 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ കേരളത്തിന്റെ കടങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അത് മാറി ഒരു മിച്ച ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് 8ാമത്തെ വർഷം കേരളത്തെ എത്തിക്കും എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം അതിലുണ്ട്. ഒപ്പം തന്നെ സൗജന്യ LPG സിലിണ്ടറുകൾ 2 സൗജന്യ LPG സിലിണ്ടറുകൾ നൽകുന്നു. ഓണത്തിനും ക്രിസ്മസിനും ഓരോന്ന് വീതമാണ് ഇത് ലഭ്യമാക്കുക. ആ നിലയ്ക്ക് വീടുകളെ, കുടുംബങ്ങളെ, അടുക്കളകളെ കൃത്യമായ രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഇടപെടലുകളാണ് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു പുരോഗതി അത് നിർമ്മാണ മേഖലയിലാണെങ്കിലും നിരവധിയായിട്ടുള്ള മറ്റ് ഈ പുതിയ തരത്തിലേക്കുള്ള വ്യവസായങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലേക്കാണെങ്കിലും അത്തരത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ നിയമ ഭേദഗതി ഉൾപ്പെടെ തന്നെ വരുത്തിക്കൊണ്ട് ഉള്ള നടപടികളിലേക്ക് തങ്ങൾ കടക്കുമെന്നുള്ള വാഗ്ദാനം നൽകുന്നു. ഒപ്പം പുതുതായി ഏതെങ്കിലും തരത്തിലൊരു വ്യവസായം ആരംഭിക്കുന്ന ഘട്ടത്തിൽ 1 ലക്ഷം രൂപ വരെ വായ്പയായി നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളൊരു കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. അത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വ്യവസായങ്ങളൊക്കെ തന്നെയും തുടങ്ങും. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിക്കുന്ന ഘട്ടത്തിൽ അത് വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് ഈ വ്യവസായം ആരംഭിക്കുന്നയാൾ പോവുകയും തുടർന്ന് അത് ആ ഒരു വ്യവസായം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നത് പതിവ് കാഴ്ചകളാണ്. അത്തരത്തിലുള്ള പതിവുകൾ തെറ്റിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ മെട്രോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടൊപ്പം തന്നെ ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ വിവിധ ഫേസുകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ ഫേസുകളും കൃത്യമായ രീതിയിൽ തന്നെ വളരെ വേഗം തന്നെ പൂർത്തീകരിക്കും എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഒപ്പം ഓരോ ജില്ലയിലും ഓരോ കോർപ്പറേഷനും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ IT ഇന്നൊവേഷൻ തലസ്ഥാനം എന്ന നിലയിലേക്ക് എത്തിക്കും. ഒപ്പം കൊച്ചി ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ തലസ്ഥാനം എന്ന നിലയിലേക്ക് കൊച്ചിയെ കൊണ്ടുവരും. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹെൽത്ത് കെയർ മെഡിക്കൽ ഇന്നോവേഷൻ ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് കോഴിക്കോട് കോർപ്പറേഷനെ മാറ്റും. തൃശ്ശൂരാണെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക വിനോദസഞ്ചാര തലസ്ഥാനമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരും. ഒപ്പം കൊല്ലം സമുദ്രോൽപാദന കയറ്റുമതിക്ക് മുൻഗണന നൽകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ബ്ലൂ ഇക്കോണമി
ക്ലസ്റ്റർ ആയി അതിനെ മാറ്റും. കണ്ണൂരാണെങ്കിൽ ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് കണ്ണൂർ കോർപ്പറേഷനെ മാറ്റും. അങ്ങനെ ആ നിലയ്ക്കുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം മുല്ലപ്പെരിയാർ വിഷയം എല്ലാ ഘട്ടത്തിലും ഒരു സീസണലായി തന്നെ ഉയർന്നു വരുന്ന വിഷയമാണ്. മഴ ശക്തമായി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. തുടർന്ന് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് നടക്കുന്നു. ഒരു കേരളത്തിലെ പകുതി ഭാഗം വരുന്ന ആളുകളും ഇതിന്റെ ആശങ്കപ്പെടുന്ന ഒരു നിലയിലേക്ക് ചില കാലങ്ങളിലെങ്കിലും മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതൊക്കെ തന്നെയും പരിഗണിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തും. അത് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ കൂടിയാലോചിച്ച് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡുകൾ നിലവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യമുണ്ട്. അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയും മാറ്റുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡുകളെ ക്ഷേത്രഭരണത്തിൽ ഭക്തരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായി ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അതിവേഗം തന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. ആരാധനാലയങ്ങളും സംരക്ഷിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്താനുള്ള നടപടികൾ എടുക്കും. ശബരിമല അടിസ്ഥാന സൗകര്യ വികസന മിഷൻ ആരംഭിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും വാഗ്ദാനങ്ങളാണ് NDA പ്രകടന പത്രികയിലുള്ളത്. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്നാണ് തലവാചകം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AB.